ഹായ് വിനി, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിനിയുടെ കുറച്ച് എക്സ്പീരിയൻസും നോളജും അറൌണ്ട് ഹെൽത്ത് കെയർ വർക്കർ അല്ലെങ്കിൽ സോഷ്യൽ കെയറിനെ പറ്റി, UK-യിലുള്ള കെയർ വർക്കിനെ പറ്റിയാണ്. പിന്നെ ഇവിടെ വന്ന് എംപ്ലോയീസ് നേരത്തെ പറഞ്ഞ പോലെ കുറെ പേര് സഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന്റെ കുറച്ചൊരു ഡീറ്റെയിൽസും വിനിക്ക് അതിൽ എങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നു, വിനിയുടെ ഒരു എക്സ്പീരിയൻസും നോളജും ഷെയർ ചെയ്തുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് ബേസിക്കലി. അപ്പോൾ വിനി സ്ട്രേറ്റ് അവേ വീഡിയോയിലേക്ക് പോവാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഒരുപാട് സീനിയർ കെയർസ് നമുക്ക് അറിയാൻ വന്നിരുന്നു. വിനി നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് യൂട്യൂബിൽ നമ്മുടെ കൂടെ. അപ്പോൾ അതിനകത്ത് നമ്മൾ കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നത് എങ്ങനെയാണ് ഇന്റർവ്യൂ ക്വസ്റ്റൻസ് ഒക്കെ ഡീൽ ചെയ്തത്. ഇപ്പൊ നമ്മൾ ഒരു 2 years ആയി നമ്മളിപ്പോൾ ഇരിക്കുമ്പോഴത്തേക്കും ഒരുപാട് ഹെൽത്ത് കെയർസ് നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പം എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞാൽ ഇപ്പോഴുും പലർക്കും ആ ഒരു ജോബ് റോൾ ശരിക്കും മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണ് ഒരുപാട് ക്വസ്റ്റൻസ് നമ്മൾ ന്യൂസിലും കേൾക്കുന്നുണ്ട്, പല കൊളീഗ്സും എന്നോടും പറയാറുണ്ട്. അപ്പൊ എന്താണ് ഈ ഒരു കെയർ ജോബിനെ പറ്റി ഒന്ന് പറയാമോ? Understanding your job role is really important. നിങ്ങൾ ചെയ്യാൻ പോകുന്ന ജോബിനെ കുറിച്ചുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഭയങ്കര കാര്യമായിട്ടുള്ള കാര്യമാണ്. അപ്പം എനിക്ക് ആദ്യം പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ ഒരു ജോബുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലെങ്കിൽ ഒരിക്കലും വിചാരിക്കരുത് കെയർ ജോബ് ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു ജോബാണ്. സോ ഇവന്തോ എനിക്ക് ഇതിനെ കുറിച്ച് യാതൊരു ഐഡിയ ഇല്ലെങ്കിലും എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഒരു മെന്റാലിറ്റി അത് കറക്റ്റ് അല്ല. കുറച്ചൊരു അണ്ടർസ്റ്റാൻഡിങ് ഡെഫിനറ്റ്ലി വേണം. അപ്പം ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇൻസിഡൻസ് ഒക്കെ ഉണ്ടായിട്ടുള്ളതും ഇതുപോലുള്ള യാതൊരു എക്സ്പീരിയൻസോ അല്ലെങ്കിൽ അക്കാഡമിക് ക്വാളിഫിക്കേഷൻസ് റിലേറ്റഡ് ടു നഴ്സിംഗ് അല്ലെങ്കിൽ ഹെൽത്ത് കെയറുമായിട്ട് ഇല്ലാതെ വന്നിട്ട് കെയർ ആയിട്ട് ജോലി ചെയ്തിട്ടുള്ളവർക്കാണ് ഏറ്റവും കൂടുതൽ അതുപോലുള്ള അനുഭവങ്ങളോ അല്ലെങ്കിൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിട്ടുള്ളത്. സോ അത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ ജോലിക്കായിട്ട് വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് റീഡ് യുവർ ജോബ് ഡിസ്ക്രിപ്ഷൻ, അണ്ടർസ്റ്റാൻഡ് യുവർ ജോബ് റോൾ, പിന്നെ കമ്പനിയുടെ പോളിസീസ്. ദാറ്റ്സ് റിയലി ഇമ്പോർട്ടൻറ്റ്. ഞാനിപ്പം എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ഞാൻ പറയാറുള്ളതാണ് പോളിസീസ്. കമ്പനി ബിക്കോസ് എല്ലാ കമ്പനിയും ഡിഫറെൻ്റ്ലി ആണ് അവരുടെ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ഉള്ളത്. അപ്പം റീഡിങ് യുവർ പോളിസി, അണ്ടർസ്റ്റാൻഡിങ് ദ കമ്പനി പോളിസി, യുവർ ജോബ് റോൾ ഇസ് റിയലി ഇമ്പോർട്ടൻറ്റ്. അത് കഴിഞ്ഞിട്ട് ട്രെയിനിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യമാണ്. നിങ്ങൾ ട്രെയിനിങ് ചെയ്തിട്ട് അത് കമ്പനിയുടെ ഓർഗനൈസേഷൻ്റെ റെസ്പോൺസിബിലിറ്റി ആണ് നിങ്ങൾക്ക് ട്രെയിനിങ് തരിക എന്നുള്ളത്. ഇനി അഥവാ നിങ്ങൾക്ക് തന്ന ട്രെയിനിങ് മേ ബി ഇറ്റ്സ് നോട്ട് അപ് ടു ദ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ യു ഹാവ് ദ റൈറ്റ് ടു ഗോ ബാക്ക് ആൻഡ് സേ ദാറ്റ്. നിങ്ങൾക്ക് തിരിച്ച് നിങ്ങളുടെ ലൈൻ മാനേജർ അടുത്ത് പോയി പറയാം, എനിക്ക് ഈ ഒരു ഏരിയയിൽ എനിക്ക് ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ഇല്ല, ഈവൻ ദോ എനിക്ക് ട്രെയിനിങ് തന്നിട്ടുണ്ടെങ്കിലും എന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ട് കുറച്ചുകൂടി നല്ല ബെറ്റർ ആയിട്ടുള്ള ട്രെയിനിങ്ങിന് ചോദിക്കാൻ നിങ്ങൾക്ക് റൈറ്റ് ഉണ്ട്. സോ ഇനി അഥവാ നിങ്ങൾക്ക് ട്രെയിനിങ് തന്നു ആൻഡ് ദേ ആസ്കിങ് യു ടു വർക്ക് ഓൺ ദ ഫ്ലോ ആൻഡ് ഇപ്പം ഫോർ എക്സാമ്പിൾ മൂവിങ് ആൻഡ് ഹാൻഡ്ലിങ് ആൻഡ് കോൺഫിഡൻ്റ് അല്ല എന്നുണ്ടെങ്കിൽ ഐ വുഡ് സേ, ഞാൻ പറയും നിങ്ങളത് ചെയ്യരുത് എന്ന് പറയും. കാരണം അത് ചെയ്തിട്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു മിസ്റ്റേക്ക് വന്നിട്ട് പിന്നെ അത് വേഴ്സ് ആവുന്നതിനെക്കാളും ബെറ്റർ നിങ്ങൾ പോയി പറയാം, ഞാൻ കോൺഫിഡൻ്റ് അല്ല, ഇസ് എനിവേ ഐ ക്യാൻ ഗെറ്റ് മച്ച് മോർ ബെറ്റർ ട്രെയിനിങ് എന്നുള്ളത്. I think these things are really important, to start with. Okay, so what I'm interested in, ഞാൻ എന്താണ് ഗെറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പൊതുവെ ഞാൻ കേട്ടിട്ടുള്ള കുറെ കൊളീഗ്സ് കെയർ വിസയാണ്, സിമ്പിൾ ആണ്, ജസ്റ്റ് പേഷ്യന്റിനെ വാഷ് ചെയ്താൽ മതി, സോ അതാർക്കും വേണമെങ്കിലും ചെയ്യാൻ പറ്റും, അല്ലെ ഈസിയാണ്, നമ്മൾ രാവിലെ പോവുക ചെയ്തിട്ട്. പക്ഷെ അങ്ങനത്തെ ഒരു ജോബ് അല്ല. It needs skill and it's actually is a profession. It's a profession and then there is legalities around that. എന്നാണ് ഞാൻ മനസ്സിലാകുന്നത് ഈ ട്രെയിനിങ്ങിന്റെ അത്ര സ്ട്രെസ് ചെയ്ത് പറഞ്ഞപ്പോഴത്തേക്കും. അപ്പൊ അടുത്തൊരു ക്വസ്റ്റ്യൻ എനിക്ക് ചോദിക്കാനുള്ള, ഇപ്പോൾ ഒരുപാട് പിള്ളേർ നമുക്ക് നാട്ടിൽ നിന്ന് വന്ന് ഇപ്പോൾ എക്സ്പീരിയൻസ് ആയിട്ടുള്ള നഴ്സുമാരുണ്ട്, അല്ലാതെ എക്സ്പീരിയൻസ് ഇല്ലാത്തവരുണ്ട്, നേരെ മറിച്ച് ഈ ഫീൽഡായിട്ട് ഒരു ടച്ച് ഇല്ലാത്തവരും വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഒരുപാട് പ്രശ്നങ്ങൾ, ഇറ്റ് മേ ബി പെർഫോമൻസ് പ്രോബ്ലംസ് ഓർ കണ്ടക്ട് പ്രോബ്ലംസ് ഓർ ബിഹേവിയറൽ ഇഷ്യൂസ് ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ഒരു പുതിയൊരാൾ കെയറായിട്ട് വിനീഡ് ഓർഗനൈസേഷൻ വരുമ്പോൾ വാട്ട് യു എക്സ്പെക്ട് ആക്ച്വലി ഫ്രം ദം, ഹൗ ദേ നീഡ് ടു ബിഹേവ് in a both way, like professionally and personally? എന്താണ് ഒരു എക്സ്പെക്ടേഷൻസ് ഉള്ളത്? As a manager, as a manager, I would say, because ചില ആൾക്കാർ നഴ്സിംഗ് കഴിഞ്ഞിട്ട് മേ ബി അവർ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക അല്ലെങ്കിൽ അവരതിന് വേണ്ടി ട്രൈ ചെയ്യുന്ന സമയത്ത് അവർ കെയറായിട്ട് UK-യിലേക്ക് വരുന്നുണ്ട്. അപ്പം അവരുടെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ദേ കമ്പയർ നഴ്സിംഗ് ആൻഡ് കെയർ ജോബ് അല്ലേ. അപ്പം സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് നഴ്സിംഗ് നോളജ് കുറേ ഉള്ളതുകൊണ്ട് ദേ തിങ്ക് ദാറ്റ് ഇറ്റ്സ് കെയർ ജോബ് ഇസ് ഐ നോ ബെറ്റർ ദാൻ യു എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്. അപ്പം അത് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. ഇപ്പം നമ്മൾ ഇന്ത്യയിൽ നേഴ്സായിട്ട് ജോലി ചെയ്യുമ്പം നമ്മൾ ഫോളോ ചെയ്യുന്ന റെഗുലേഷൻസ്,
പോളിസീസ് പ്രൊസീജിയേഴ്സ് ഇസ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ഇൻ UK. അതുകൊണ്ട് ഞാൻ പറയും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും ലെറ്റ്സ് തിങ്ക് ഓഫ് യു ആസ് എ പേഴ്സൺ ഹൂ ഡസൻ നോ എനിത്തിങ് ആൻഡ് ലേൺ ഫ്രം ഡേ വൺ. എന്നിട്ട് എന്തെങ്കിലും അറിയത്തില്ല എന്ന് പറയാ, റാദർ ദാൻ ഞാൻ നേഴ്സാണ് അപ്പം ഐ ഷുഡ് സേ എനിക്ക് അറിയത്തില്ല എന്നുള്ളൊരു ഷെയിം ഫാക്ടർ. Exactly, because at the end of the day, it's not about you. It's at the end of the day, it's about the people you care for. So it's really important for you to admit that, okay, maybe I know it, but I don't know it now because the regulations are different. എനിക്ക് നാട്ടിൽ നിന്ന് പിള്ളേർക്ക് ആ ഒരു പ്രോബ്ലം നമ്മുടെ നാട്ടിൽ ഒരു കൾച്ചറിന്റെ ആണെന്ന് തോന്നുന്നു, ഇല്ല എന്ന് പറയുന്ന ഒരു ഷെയിമോ അല്ലെങ്കിൽ. Exactly. So ഇവിടെ അങ്ങനല്ല. So even now, after so many years working in UK, I still feel like I don't know something and I normally go and ask. So അതൊരു മോശമുള്ള ഒരു സംഭവമല്ല. നമ്മുടെ പ്രൗഡും ഈഗോയും മാറ്റി വെച്ചിട്ട് വർക്ക് ചെയ്യാം. അത് ഒരു പ്രശ്നമാണ് നാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക്. ഇനി അല്ലാതെ ഉള്ളവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ if you don't know something, don't pretend like you do know. Go and ask and don't do anything that can അത് നിങ്ങളെയോ അല്ലെങ്കിൽ റെസിഡൻസിനെയോ റിസ്കിൽ പെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിക്കരുത് എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം. പിന്നെ പേഴ്സണൽ ബിഹേവിയേഴ്സിനെ പറ്റി എന്തെങ്കിലും പറയാമോ? ലൈക്ക് റെസ്പെക്ടിങ് അതർ സ്പേസ്, ഹൗ ഫ്രണ്ട്ലി യു ക്യാൻ ബി വിത്ത് ദ റെസിഡൻസ്, സ്റ്റാഫ്, അതെങ്ങനെയാണ് ഒരു കൾച്ചർ അല്ലെ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത് വിച്ച് ഈസ് ഡിഫറെന്റ് ഫ്രം ഇന്ത്യ? എക്സാക്ട്ലി. ലെറ്റ് മീ സ്റ്റാർട്ട് വിത്ത് ഞാൻ റെസിഡൻസിന്റെ കാര്യം സ്റ്റാർട്ട് ചെയ്യട്ടെ. റെസിഡൻസിനെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ നമ്മൾ കുറച്ചുകൂടെ ഒരു എന്താ പറയാ, കുറച്ചുകൂടെ ഒരു ആ ഒരു സ്പേസ് നമ്മൾ ആ ഒരു പ്രൊഫഷണൽ സ്പേസ് അധികം ഇല്ല. റാദർ നമ്മൾ ഒരു ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ കുറച്ചുകൂടെ ഒരു അറ്റാച്ച്മെന്റ് രീതിയിൽ നമ്മൾ അവരെ ട്രീറ്റ് ചെയ്യുന്നത് എന്നാ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. അപ്പം ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ്സ് നോട്ട് ദ കേസ്. അതല്ല, നമ്മൾ കുറച്ചുകൂടെ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിലാണ് അവരെ ട്രീറ്റ് ചെയ്യുന്നത്. സോ ഇഫ് യു ആർ മൈ റെസിഡന്റ്, ഐ ഷുഡ് ട്രീറ്റ് യു ആസ് hi Mr. Shibu, how are you, and that kind of level ആണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പം I shouldn't be coming and calling you hello, like എന്നാ ഉണ്ട് darling, it's okay, but then നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലേ ആ ഒരു വേർഡ്സ് യൂസ് ചെയ്യുന്നത്. എക്സാക്ട്ലി. അപ്പം അതൊരു ചെറിയൊരു ഇഷ്യൂ ആണ്. ദെൻ ഞാൻ പറയത്തില്ല ഡാർലിംഗ് എന്നൊക്കെ വിളിക്കുന്നത് മോശമാണെന്നല്ല ഞാൻ പറയണേ, ബട്ട് in order for you to എന്താ പറയാ, അങ്ങനെ ഒരാളെ അഭിസംബോധന ചെയ്യണമെങ്കിൽ you should take time, that the other person അല്ലെങ്കിൽ ആ റെസിഡന്റ് should give you the consent to call them that way എന്നുള്ളത്, അങ്ങനെ വിളിക്കുന്നത് ഉള്ള രീതിയിൽ. That is important. So that's the professional space, and privacy and dignity and respect is really really important. കൺസെന്റ് എടുക്കാതെ ഒന്നും ചെയ്യരുത് എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ സ്റ്റാഫ് കൊളീഗ്സ് ആയിട്ടുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ I would always say that കൊളീഗ്സിനെ ഫ്രണ്ട്സ് ആയിട്ട് കാണാതിരിക്കുക, അറ്റ്ലീസ്റ്റ് at the beginning, because ആരും അല്ല, എല്ലാവരും അവരവരുടേതായിട്ടുള്ള പോസ്റ്റും ജോബും കവർ ചെയ്യാനും സേവ് ചെയ്യാനുമാണ് എല്ലാവരും ശ്രദ്ധിക്കുന്നത്. അപ്പം അവരൊരിക്കലും നിങ്ങളെ ഫസ്റ്റ് വെച്ചിട്ട് അവരുടെ ജോബിന് അവർ റിസ്ക് ചെയ്യത്തില്ല. സോ കൊളീഗ്സ് at work, I would say that they're not your friends. Maybe in the future, after long years of working together and everything, അത് ചിലപ്പം ഇതായിരിക്കും. പക്ഷെ keep that in mind, just be professional. That's what I'm getting it actually. And ജോലിക്ക് വരുമ്പോഴത്തേക്കും ജോലിക്ക് വരിക, do your job, complete your shift and go home, basically. That's all. Simple and sweet. Simple. And only talk about the things that is concern in the workplace. നല്ലതായിരിക്കും എല്ലാവർക്കും. പേഴ്സണൽ ലൈഫിൽ കീപ്പ് ചെയ്യുക, അത് എടുത്തോണ്ട് വരരുത് വർക്കില്. അപ്പൊ ഇത് ഒരു ആൾ ഇവിടെ വരുമ്പോൾ അല്ലെ വിനി അല്ലെ ആസ് എ മാനേജർ അല്ലെ ഓർഗനൈസേഷൻ വരുന്ന ഒരു വർക്കറിനോട് എന്തൊക്കെയാണ് എക്സ്പെക്ട് ചെയ്യുന്നുള്ളതാണ്. നേരെ തിരിച്ചും ആ ഒരു എക്സ്പെക്ടേഷൻസ് ഒരാൾ പുതുതായിട്ട് ഒരു കെയറായിട്ട് ഒരു കെയർ റൂമിൽ വന്നപ്പോൾ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം അല്ലെ എന്തൊക്കെ റൂൾസ്. കാരണം പലരും വരുന്നത് പേടിച്ചിട്ടൊക്കെ ആയിരിക്കും, എനിക്കിത് പറയാമോ അല്ലെങ്കിൽ കൺസേൺ റേസ് ചെയ്യാമോ അല്ലെ മാനേജറിനോട് പോയി സംസാരിക്കുക. കാരണം നമ്മുടെ ഇന്ത്യയിലെ കൾച്ചർ ഞാനത് മനസ്സിലാക്കിയിരിക്കുന്നത്, സീനിയർ മാനേജേഴ്സിനൊക്കെ അപ്രോച്ച് ചെയ്യുന്നൊരു വലിയ പേടിച്ചിട്ടൊക്കെയാണ്. അപ്പം അത് എന്തൊക്കെയാണ് ഇവിടെ അവരുടെ ഒരു കുറച്ച് റൈറ്റ്സ് അല്ലെങ്കിലും എന്തൊക്കെ അവർക്ക് ഇവിടെ ഒരു ബെനിഫിറ്റ് അല്ലെ ഒരു എക്സ്പെക്ട് ചെയ്യാം ഒരു കെയർ ഹോമിലേക്ക് വരുമ്പോൾ? എനിക്ക് മനസ്സിലാവും, ആദ്യമായിട്ട് ഒരു ജോലിയിൽ കയറുമ്പോഴത്തേക്കും നമുക്ക് അതിൽ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ, നെർവസ്നെസ് ആൻഡ് അൺഫെമിലിയാരിറ്റി ആൻഡ് ലേൺ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കും. ആദ്യത്തെ 3 മാസം ഞാൻ പറയും നിങ്ങൾ
focus on your training, focus on your policies, focus on your routine, your job allocation and everything. അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക ഫസ്റ്റ് 3 months. ആൻഡ് വൺസ് നമ്മൾ ആ ഒരു ഫെമിലിയറിറ്റി വന്നതിന് ശേഷം നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, നിങ്ങളുടെ ഓർഗനൈസേഷൻ സ്ട്രക്ചറിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, നിങ്ങളുടെ ലൈൻ മാനേജേഴ്സ് ആരാണെന്ന് മനസ്സിലാക്കുക. ആൻഡ് നിങ്ങൾക്കൊരു കൺസേൺ ഉണ്ടെങ്കിൽ ഓഫ് കോഴ്സ് you should and you must communicate that with your line manager. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെജോറിറ്റി ഓഫ് ദ ടൈം നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാതെ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ പോകുമ്പോഴത്തേക്കും നിങ്ങൾ മേ ബി യു ഗോ ആൻഡ് അത് ഷെയർ ചെയ്യും കൊളീഗ്സുമായിട്ട്. പക്ഷെ അത് റിസോൾവ് ചെയ്യത്തില്ല നിങ്ങളുടെ പ്രശ്നം. സോ റിസോൾവ് ചെയ്യാൻ കഴിവുള്ളവരടുത്ത് മാത്രം നിങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. കാരണം അല്ലാതെ ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ എഫക്റ്റ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല. ചിലപ്പോൾ അവർ പോയിട്ട് ഒരാൾക്ക് സംസാരിക്കും, അവർ ചിലപ്പം മാനേജർ അടുത്ത് വരും, അപ്പം ആ ഒരു മെസ്സേജ് എക്സാക്ട്ലി. സോ നിങ്ങളുടെ ഇന്റൻഷൻ അവിടെ നടക്കത്തില്ല ടു കമ്മ്യൂണിക്കേറ്റ്. അതുകൊണ്ട് ഗോ ടു എ ലൈൻ മാനേജർ ആൻഡ് എക്സ്പ്രസ് യുവർ ഇഷ്യൂസ്. അപ്പം ആദ്യം ലൈൻ മാനേജർ പോകുമ്പോഴത്തേക്കും പറയാം, ഡു യു ഹാവ് ബിറ്റ് ഓഫ് ടൈം ടു സ്പെൻഡ് വിത്ത് മീ. എനിക്ക് കുറച്ച് ഇഷ്യൂസ് ഉണ്ട്, കൺസേൺസ് ഉണ്ട്. Maybe it could be because of my lack of experience. I would really want you to give me some time. അങ്ങനെ സംസാരിച്ചിട്ട് സമയം എടുക്കുക. പിന്നെ ആസ് എൻ എംപ്ലോയർ നിങ്ങൾക്ക് 6 weeks മിനിമം, അല്ലെങ്കിൽ ഐ ഡോണ്ട് നോ, ഡിഫറെന്റ് ഓർഗനൈസേഷൻ have different policies. Every 6 weeks you should have a supervision meetings with your line manager. That's very important. That's really important. And normally a good company or good organization should do that. Okay, that's an legal requirement as well. When CQC or someone comes to inspect, they normally ask the organization to show them the evidence of supervisions. One-to-one മാത്രമായിട്ടല്ല, അല്ലാതെ ഗ്രൂപ്പ് സൂപ്പർവിഷൻ ആയിട്ടും ചെയ്യാം. സോ എന്തെങ്കിലും നിങ്ങൾക്ക് കൺസേൺ ഉണ്ടെങ്കിൽ യു ക്യാൻ റിക്വസ്റ്റ് യുവർ ലൈൻ മാനേജർ ടു ഹാവ് one-to-one മീറ്റിംഗ് വിത്ത് യു. അതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനെക്കാട്ടിലൊക്കെ ഉപരി എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതെല്ലാം നിങ്ങൾക്ക് പറയണമെന്നും ചെയ്യണമെന്നും ഒക്കെ ഉണ്ടാവും. പക്ഷെ യു ലാക്ക് കോൺഫിഡൻസ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ഒരു പേടിയൊക്കെ ഉണ്ടാവും. അത് മെയിൻലി ഞാൻ കണ്ടിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ടു ഡു വിത്ത് യുവർ കമ്മ്യൂണിക്കേഷൻ. നിങ്ങൾക്ക് സംസാരിക്കാൻ അറിയത്തില്ല, എങ്ങനെ അപ്രോച്ച് ചെയ്യണമെന്നോ, അല്ലെങ്കിൽ നിങ്ങളുടെ ലാംഗ്വേജ് ബാരിയർ സംടൈംസ് അതൊക്കെ കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടതെന്നുള്ളൊരു പ്രശ്നം ഉണ്ടാവും. അപ്പം അതിന് എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ എന്ന് എൻ്റെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് എൻ്റെ ഒന്നുമില്ല. ബട്ട് ടു ഇംപ്രൂവ് യുവർ കമ്മ്യൂണിക്കേഷൻ. സോ ആസ് ലോങ് ആസ് നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്ത് നിങ്ങൾക്ക് ആ ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കി എടുത്തിട്ട് ചെയ്യാന്നേ ഉള്ളൂ. ആൻഡ് ഓൾസോ റിമെമ്പർ, no one is expecting you to have a perfect communication skills, because everyone knows that English is not your first language. അതുകൊണ്ട് നിങ്ങളുടെ ഇപ്പം അത്രയും ബെറ്റർ ആയിട്ടുള്ള ഇംഗ്ലീഷ് അല്ലെങ്കിൽ കൂടി, ഇഫ് യു ഷോ യുവർ കോൺഫിഡൻസ് ടു express your issues to your manager, that's a very impressive thing to do, I would say. So just try. Okay, അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ, ബേസിക്കലി എല്ലാവരും ജോബ് റോളിലും അവർ സേഫ് ആൻഡ് സെക്യൂർ എൻവയറമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് വെരി ഫ്രണ്ട്ലി എന്ന് വെച്ചാൽ എന്തെങ്കിലും കൺസേൺസ് റേസ് ചെയ്യാനുള്ള ഒരു എൻവയറമെന്റ് ഓൾറെഡി there ഉണ്ട്, there ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ജസ്റ്റ് ഈസ് ടു നോയിങ് ഹൗ ടു ഡു ദാറ്റ്. അതാണ് ഇമ്പോർട്ടൻറ്റ്. That's how it's supposed to. ഞാൻ സംസാരിക്കുന്നത് ഞാൻ വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷന്റെ അല്ലെങ്കിൽ എൻ്റെ പ്രീവിയസ് അങ്ങനെയുള്ള ഓർഗനൈസേഷൻസിന്റെ ഒക്കെ എക്സ്പീരിയൻസും ഒക്കെ വെച്ചിട്ടാണ്. That's how it's supposed to be. But as you said, there are organizations maybe they are not meeting their such requirements. അങ്ങനെയുള്ള അടുത്ത് എത്തിപ്പെടുവാണെങ്കിൽ ഇറ്റ്സ് വെരി അൺഫോർച്ചുനേറ്റ് ഫസ്റ്റ് ഓഫ് ഓൾ. അല്ലാതെ നോക്കുകയാണെങ്കിൽ ഈ ബുള്ളിങ്, ഹരാസ്മെന്റ് അല്ലെങ്കിൽ അതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ എനിക്ക് അറിയാവുന്നതായിട്ടുണ്ട്, ഉണ്ടായിട്ടുണ്ട്. അപ്പം ടു ആൻ എക്സ്റ്റെന്റ് യു ക്യാൻ ആക്ച്വലി എന്താ പറയുക, അതുമായിട്ട് നിങ്ങൾക്ക് റെസിസ്റ്റ് ചെയ്യാം, ബിക്കോസ് യു ഹാവ് ദ റൈറ്റ് ടു ഡു സോ, ബട്ട് അണ്ടർസ്റ്റാൻഡ് അഗെയിൻ യുവർ റൈറ്റ്സ് ആൻഡ് എവറിത്തിങ്. അതിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അറിയേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, until you complete your probation, you have so much of limitation because your contract hasn't been permanent. ഈവൻ നിങ്ങൾ നാട്ടിൽ നിന്ന് വന്നായാലും ഇവിടുന്ന് നിങ്ങൾ റിക്രൂട്ട്മെന്റിൽ ഒരു ഓർഗനൈസേഷനെ ജോയിൻ ചെയ്തായാലും, until you complete your probation,
your contract is not really permanent. So they can terminate if you are not If performing well. exactly. ആൻഡ് പിന്നെ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ അഗൈൻ പോളിസിയൊക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, അതിനനുസരിച്ച് മൂവ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ യു ഗോ ടു എ ലൈൻ മാനേജർ. ഇഫ് ദ ലൈൻ മാനേജർ ഡസൻ പ്രൊവൈഡ് യു with adequate support and everything, then you can go to the next manager. And if they don't do, and then you should have an escalation in a policy in your home. It should be available to you. അപ്പോൾ അത് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു രീതിയിലുള്ള സപ്പോർട്ടും കിട്ടുന്നില്ലെങ്കിൽ there is an organization called ACAS. So അവരൊരു it's a organization that can actually help you എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഡ്വൈസ് തരാനും ഒക്കെ ഉള്ള രീതിയിൽ. But only go to them if you couldn't resolve internally. നിങ്ങൾക്ക് തീരെ പറ്റിയിട്ടുണ്ട്. കാരണം എല്ലാ ഹോമിലും ഒരു ഇന്റർണൽ പോളിസിയും ഒരു സ്ട്രക്ചർ ഉണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ റിസോൾവ് ചെയ്യാൻ. അപ്പൊ അത് അത്രയ്ക്ക് അങ്ങ് അധികം ആകുമ്പോഴാണ് നമ്മൾ ഔട്ട്സോഴ്സ് ചെയ്യാൻ പാടില്ല. ഇതിന്റെ കൂടെ നമുക്ക് യൂണിയൻസ് ഉണ്ടെന്നോ? ഇപ്പൊ നഴ്സസിന് ലൈക്ക് RC യൂണിയൻസ് ഉണ്ട്, അങ്ങനെ കെയറേഴ്സിന് യൂണിയൻസ് ഉണ്ടോ? കെയറേഴ്സിന് യൂണിയൻ ഉണ്ട്. You need to find in your local എവിടാണ് നിങ്ങൾ ഉള്ളതെന്നുള്ളത് അത് ഫൈൻഡ് ചെയ്യാം. പിന്നെ ഇവരെല്ലാം they can only help you when there's a big issue, it's like a really big issue. ഭയങ്കരമായിട്ടുള്ള അൺഫെയർ ആയിട്ടുള്ള ഒരു ഡിസിഷൻ ദ ഓർഗനൈസേഷൻ ഹാസ് ടേക്കൺ അഗെയിൻസ്റ്റ് യു, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ. അല്ലാതെ കുഞ്ഞു കുഞ്ഞു കൺസേൺസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഇമെയിൽസ് ഫോർ എക്സാമ്പിൾ അവർ ഓൾവേസ് നിങ്ങളുടെ വെർബൽ ആയിട്ട് നിങ്ങൾ ചെയ്യുമ്പോൾ ചിലപ്പം അതിന് റെക്കോർഡ് ഉണ്ടാകത്തില്ല. അപ്പം ഐ എം നോട്ട് സേയിങ് ദാറ്റ് യു ഷുഡ് വെർബലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്നുള്ളത്. വെർബലി കമ്മ്യൂണിക്കേറ്റ് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ആസ് എ പ്രൂഫ് നിങ്ങൾക്ക് ഒരു ഇമെയിൽ സെൻഡ് ചെയ്യാം. As per our conversation or discussion we had today around whatever the concerns you're sharing എന്നുള്ള രീതിയിൽ ഇമെയിലും കൂടി ഇടുവാണെങ്കിൽ നിങ്ങൾക്ക് നാളെ ഒരു വലിയ ഇഷ്യൂ ഉണ്ടെങ്കിൽ പോലും you have all the proof of the emails trials and everything. It helps, definitely helps. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ഒരു ബേണിംഗ് ഒരു ഇഷ്യൂ ആണ് സേഫ് ഗാർഡിങ്. എനിക്കറിയാം ഒരു വലിയൊരു ടോപ്പിക് ആണ്. ലൈക്ക് നമ്മൾ കുറെ നേരങ്ങൾ വരെ നമുക്ക് സംസാരിക്കാം. പക്ഷെ ഒരുപാട് പുതിയ വരുന്ന കെയറേഴ്സ്, നാട്ടിൽ നിന്ന് വരുന്ന കെയറേഴ്സ്, എനിക്കും ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് സേഫ് ഗാർഡിങ് ഇഷ്യൂസ്. ഹോം റേസ് ചെയ്തു, ടെർമിനേറ്റ് ചെയ്തു, അവർക്കറിയത്തില്ലായിരുന്നു എന്ത് ചെയ്യണം. അപ്പം ജസ്റ്റ് ലൈറ്റ് ആയിട്ട് ഒന്ന് സേഫ് ഗാർഡിങ് എപ്പോഴാണ് സേഫ് ഗാർഡിങ് റേസ് ചെയ്യുന്നതും ഏത് ബോഡീസ് ആണ് ഈ ഒരു CQC വിളിച്ചു പറഞ്ഞു പോലീസിനെ അറിയിപ്പിച്ചു എന്ന് പറഞ്ഞ് സ്ട്രെസ്ഫുൾ ആവും. അപ്പൊ അങ്ങനെ ഒരു സംഭവം. പിന്നെ റിപ്പോർട്ടിംഗ് ആൻഡ് ഡോക്യുമെന്റേഷൻ ജസ്റ്റ് ഒന്ന് ബ്രീഫ് ആയിട്ട് ഒന്ന് ടച്ച് ചെയ്തൊന്ന് ജസ്റ്റ് ഒന്ന് ഷോർട്ട് ആയിട്ട് ഒന്ന് പറയുകയാണെങ്കിൽ. I have no idea how to make it short, but okay. It's a really hot and a very broad topic. പക്ഷേ സേഫ് ഗാർഡിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു കെയർ ആയിട്ടോ ഒരു നേഴ്സായിട്ടോ എവിടെ വർക്ക് ചെയ്താലും ഇറ്റ് ഈസ് യുവർ റെസ്പോൺസിബിലിറ്റി, ഇറ്റ്സ് യുവർ സോൾ റെസ്പോൺസിബിലിറ്റി ടു മേക്ക് ഷുവർ നിങ്ങളുടെ വൾണറബിൾ അഡൽട്സ്, നിങ്ങൾ ടേക്ക് കെയർ ചെയ്യുന്ന വൾണറബിൾ അഡൽട്സിനെ സേഫായിട്ട് ഗാർഡ് ചെയ്യുക, പ്രൊട്ടക്ട് ചെയ്യാനുള്ള സേഫ് ഗാർഡിങ് പ്രൊട്ടക്ട് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി നിങ്ങളിൽ how do I say അധിഷ്ഠിതമാണ്. നിങ്ങൾ എക്സാക്ട്ലി. സോ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം സേഫ് ഗാർഡിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എവിടെ നിന്നൊക്കെയാണ് നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അബ്യൂസസ്, എക്സാക്ട്ലി. അപ്പം ഈ പ്രൊട്ടക്ട് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരാളെ അബ്യൂസ് ചെയ്യണമെന്നില്ല. നിങ്ങൾ വേറൊരാള് നിങ്ങളുടെ റെസിഡന്റിനെ അല്ലെങ്കിൽ പേഷ്യന്റിനെ അബ്യൂസ് ചെയ്യുന്നത് നിങ്ങൾ വിറ്റ്നസ് ചെയ്താലും നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആണ് അയാളെ പ്രൊട്ടക്ട് ചെയ്യാന്നുള്ളത്, അല്ലെങ്കിൽ ആ റെസിഡന്റിനെ പ്രൊട്ടക്ട് ചെയ്യാന്നുള്ളത്. അപ്പം നിങ്ങളത് റിപ്പോർട്ട് ചെയ്യാതിരിക്കുന്നിടത്തോളം കാലം യു ആർ ഓൾസോ പാർട്ട് ഓഫ് ദ സെയിം അബ്യൂസ്. മനസ്സിലായില്ലേ? ഫിസിക്കലി ഒരാൾ നിങ്ങളുടെ കൊളീഗ് അബ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങളത് റിപ്പോർട്ട് ചെയ്തില്ല, കണ്ടോണ്ട് നിന്നിട്ട് അല്ലെങ്കിൽ നിങ്ങൾ അയാളെ പ്രൊട്ടക്ട് ചെയ്തിട്ടില്ല, അപ്പം നിങ്ങളും ആ ചെയ്ത ആളുടെ അത്രയും ഉത്തരവാദിത്വം അല്ലെങ്കിൽ അങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണ് നാളെ ഒരു പ്രശ്നം ഉണ്ടായിട്ട് ഇത് വെളിയിൽ വരികയാണെങ്കിൽ, ഈ ഒരു ഇൻസിഡന്റ് വെളിയിൽ വരികയാണെങ്കിൽ നിങ്ങളെയും ആ അബ്യൂസ് ചെയ്തയാളെയും ഒരേപോലാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, വെദർ ഇറ്റ്സ് പോലീസ്, വെദർ ഇറ്റ്സ് DBS എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അറിയാം. ഡിസ്ക്ലോഷർ ഓഫ് ബാറിംഗ് സർവീസ്, ക്രിമിനൽ കൺവിക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അത് പോലീസ് അതിലേക്ക് റിപ്പോർട്ടിലേക്ക് നമുക്ക് കേറും. അപ്പൊ വൺസ്
അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഈ ഒരു UK-ല് അൺലെസ് ഇറ്റ് ഈസ് പ്രൂവൺ റോങ് Yeah. നിങ്ങൾക്ക് ഹെൽത്ത് കെയറിലോ അല്ലെങ്കിൽ ചിൽഡ്രന്റെ അല്ലെങ്കിൽ വൾണറബിലിറ്റീസിന്റെ ഈ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യാനേ പറ്റത്തില്ല. സോ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവാതിരിക്കട്ടെ. പക്ഷെ അതിനെക്കുറിച്ച് കൂടുതൽ നന്നായിട്ട് അറിയാം, അണ്ടർസ്റ്റാൻഡ് ചെയ്യാം. പിന്നെ സേഫ് ഗാർഡിങ് അങ്ങനെ ഒരു വെർബൽ അല്ലെങ്കിൽ ഫിസിക്കൽ ഏത് രീതിയിലുള്ള അബ്യൂസ് നിങ്ങൾ കാണുകയോ അല്ലെങ്കിൽ അങ്ങനെ സസ്പെക്ട് ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ it doesn't have to be completely right, whatever you, but you can always raise it with your line manager. And I think it's better to raise It's it. better because you don't know. Maybe you only saw half of it, maybe quarter of the whole incident. അപ്പം നിങ്ങൾ പോയിട്ട് പറയാം, സി എനിക്ക് ഇങ്ങനെ ഒരു ഷിഫ്റ്റിൽ വർക്ക് ചെയ്തപ്പോഴത്തേക്കും ഇങ്ങനെ ഒരു സംഭവം ഉള്ളതായിട്ട് എനിക്ക് തോന്നി. ഐ ഡോണ്ട് നോ മച്ച് ഓഫ് ഇറ്റ് ബിക്കോസ് ഐ ഡിഡ്ന്റ് വിറ്റ്നസ് കംപ്ലീറ്റ്ലി, ബട്ട് ഇറ്റ്സ് എ വേ യു കുഡ് എക്സ്പ്ലോർ ഓൺ ദാറ്റ് എന്നുള്ള രീതിയിൽ. As long as you do that, you're safe. You're also protecting your resident. അതിനുശേഷം ലെറ്റ്സ് സേ ദാറ്റ് നിങ്ങൾക്ക് ഒരു 90% അറിയാം അങ്ങനെ ഒരു അബ്യൂസ് നടന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളൊരു ഇൻസിഡന്റിൽ ഒന്നെങ്കിൽ നിങ്ങളുടെ ഓർഗനൈസേഷൻ ഇത് അനുസരിച്ചിട്ട് ഒന്നെങ്കിൽ ഡോക്യുമെന്റേഷൻ ചെയ്യുക, ഇൻസിഡന്റ് ഫോം ഫിൽ ചെയ്യുക, അതല്ലെങ്കിൽ യു ഷുഡ് സെൻഡ് എൻ ഇമെയിൽ ടു ദ റൈറ്റ് പേഴ്സൺ. സോ യു ആർ ഡൂയിങ് യുവർ ജോബ് റൈറ്റ്. ഇനി ഇവിടെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് വരുന്ന പിള്ളേർ ഈ ഫ്രണ്ട്ഷിപ്പിന്റെ പേരിൽ രണ്ടുപേര് കെയർ കൊടുക്കുകയാണ്, ഒരാള് അബ്യൂസ് ചെയ്തോ അല്ലെ ഹിറ്റ് ചെയ്തോ എന്തെങ്കിലും ചെയ്തിട്ട് അങ്ങനെ കുറെ ഇഷ്യൂസ് വരുന്നുണ്ട്. അപ്പം അവിടെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ആ ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളും ഓക്കെ, അത് അതിന്റെ സ്ഥലത്തുണ്ടെങ്കിലും സേഫ്റ്റി ആൻഡ് സേഫ് ഗാർഡിങ്ങിന്റെ ലോസ് ആർ ഇമ്പോർട്ടന്റ് അല്ലെ, അത് റിപ്പോർട്ട് ചെയ്യുക. അപ്പൊ അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അഡ്വൈസ് എടുക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ അത് പറയാതിരുന്നു കഴിഞ്ഞാൽ അതുപോലെ അതിന്റെ സീരിയസ് കോൺസിക്വൻസസ് രണ്ടുപേർക്കും ഫേസ് ചെയ്യും അല്ലെ. അപ്പം പലപ്പോഴും അവർ പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കുവോ അല്ലെങ്കിൽ ഒരു റിലേഷന്റെ പേരിൽ പറയാതിരിക്കും, പക്ഷെ അത് ചെയ്യല്ല എന്നാണ് സ്ട്രോങ്ലി പറയുന്നത് അല്ലെ, റെക്കമെൻഡ് റിപ്പോർട്ട്. രണ്ട് കാര്യം, the moment you enter into your workplace, leave your personal life and friendship and everything outside and work as a professional inside. And the moment you come out of it, yes, you can have your personal life and friendship and everything. So make sure that you leave it those two ബൗണ്ടറീസ് അറിഞ്ഞിരിക്കുന്നത് ഹെൽപ്ഫുൾ ആയിരിക്കും. എന്ന് പറഞ്ഞപ്പോ കൊളീഗ്സിനെ ചേർന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുമിച്ച് നടക്കണമെന്നല്ല പറയുന്നത്. ഫ്രണ്ട്ലി കൺവെർസേഷൻ പ്രൊഫഷണലി. ആൻഡ് മെജോറിറ്റി ഓഫ് ദി ടൈം എന്താണ് പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊരാള് വന്നിട്ട് നമ്മളുടെ അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ വർക്ക് പ്ലേസിൽ ഷെയർ ചെയ്യാൻ വരുമ്പോഴത്തേക്കും ഫൈൻഡ് എൻ എക്സ്ക്യൂസ് ടു നോട്ട് ടു ബി പാർട്ട് ഓഫ് ഇറ്റ്, ടു ബി ഓണസ്റ്റ്. That's one thing. The second thing എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സേഫ് ഗാർഡിങ് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ എല്ലാ ഓർഗനൈസേഷനും കോൺഫിഡൻഷ്യാലിറ്റി പോളിസി ഉണ്ട്. അപ്പം ഞാനും ഇപ്പം ഷിബും കൂടി വർക്ക് ചെയ്യുകയാണെങ്കിൽ ഷിബുവിനെ ഞാൻ കണ്ടു അബ്യൂസ് ചെയ്യുന്നത്, ഒരു റെസിഡന്റിനെ അബ്യൂസ് ചെയ്യുന്നത്. എനിക്കറിയാം ഷിബു എൻ്റെ ഫ്രണ്ടാണ്, പക്ഷേ ഞാൻ ഒരു പ്രത്യേക സിറ്റുവേഷൻ, നിങ്ങൾ എൻ്റെ ഫ്രണ്ടാണ്, പക്ഷെ എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് എൻ്റെ റെസിഡന്റിനെ പ്രൊട്ടക്ട് ചെയ്യാന്നുള്ളത്. അപ്പം ഞാൻ എന്ത് ചെയ്യും, ഞാൻ എൻ്റെ ലൈൻ മാനേജർക്ക് പോയിട്ട് പറയും, I don't want anyone to know that this is me who is reporting the incident. Okay? അപ്പം ഓർഗനൈസേഷൻ, as I said, ഓർഗനൈസേഷൻ കോൺഫിഡൻഷ്യാലിറ്റി പോളിസി ഉണ്ട്. അപ്പം ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ് ഓർഗനൈസേഷൻ എൻ്റെ പേര് ഇതിൽ വരരുത്, റിപ്പോർട്ട് ചെയ്ത ആളെന്നുള്ള രീതിയിൽ എന്ന് പറയുകയാണെങ്കിൽ they have the duty to keep my name as a confidential information. അപ്പം ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. Until and unless it goes to the court, I shouldn't be sharing the name of the reporter എന്നുള്ളത്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. Even some, I don't know if you know about the CQC policy and everything. Even when we report any issues to the CQC, we don't share your personal information. We put a code, ID for you and everything. So it's really so ആ ഒരു ലെവലിൽ നിങ്ങൾ പേടിക്കരുത്. ഇപ്പം ഷിബു എൻ്റെ ഫ്രണ്ട് ആണെങ്കിൽ ഞാൻ ഷിബുവിനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫ്രണ്ട് ആണല്ലോ, ആ ഒരു സംഭവം ഇതിൽ വരുന്നില്ല. ബിക്കോസ് അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ഞാനാണ് എനിക്ക് ഇമ്പോർട്ടന്റ് ഷിബുവിനെക്കാട്ടിലും. സോ ഐ ഷുഡ് സേവ് മൈ സെൽഫ്. അപ്പൊ ഇതിൽ വേറൊരു പോയിന്റ് ഞാൻ മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ, ഇങ്ങനെ വരുമ്പോൾ അതിലൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് കോൺഫിഡൻഷ്യാലിറ്റി ഉള്ളത് നമ്മൾ പലപ്പോഴും ഓർക്കും ഞാൻ എന്റെ ഫ്രണ്ട് റിപ്പോർട്ട് ചെയ്യണ്ട, പക്ഷെ അത് വേറെ ഒരാൾ ചെന്ന് മാനേജറിന് റിപ്പോർട്ട് ചെയ്തെങ്കിൽ യു ആർ ഓൾസോ ഇൻ ട്രബിൾ അല്ലേ, ബിക്കോസ് യു ആർ പാർട്ട് ഓഫ് ഇറ്റ്. സോ ഇറ്റ്സ് ബെറ്റർ ദാറ്റ് യു ജസ്റ്റ് ഗോ. സോ ദാറ്റ് പോയിന്റ് വിൽ ബി കൺസിഡർ ലൈക്ക് അറ്റ്ലീസ്റ്റ് ദിസ് പേഴ്സൺ ഹാസ് ഓണസ്റ്റ് അല്ലേ, ദിസ് പേഴ്സൺ ഹാസ് ഓണസ്റ്റ് ആൻഡ് ഇറ്റ്. സോ ദാറ്റ് ഓൾസോ കംസ് ഇൻ അക്കൗണ്ട്. അതൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു കാര്യമാണ് UK ഓണസ്റ്റി അല്ലെ, അത് കൺസിഡർ ചെയ്യും നിങ്ങൾ എന്ന് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ. അത് വേറൊരാളുടെ ത്രൂ അറിയുമ്പോഴത്തേക്കിന് ഇറ്റ് ജസ്റ്റ് ബിക്കം
സത്യമാണ്, ഒരുപാട് ഇൻസിഡൻസ് വന്നിട്ടുണ്ട്. ചിലപ്പോൾ ഒക്കെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ അറിയാവുന്ന ആൾക്കാർ വഴി ആൾക്കാർ എന്നെ കോൺടാക്ട് ചെയ്തിട്ട് അഡ്വൈസ് ഇങ്ങനെ, ബിക്കോസ് ഞാൻ ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ചോദിക്കാറുണ്ട് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ആയി എന്ത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാൻ കണ്ടിട്ടുള്ള ഇൻസിഡൻസിൽ ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ വിറ്റ്നസ് ചെയ്യും എന്തെങ്കിലും ഈ അബ്യൂസ് ഒക്കെ, എന്നിട്ട് ഇവർ മിണ്ടാതിരിക്കും ബിക്കോസ് ഈ ഒരു കോൺഫ്ലിക്റ്റ് ഉള്ളതുകൊണ്ട്. എന്നിട്ട് ആഫ്റ്റർ ലൈക്ക് 1 അല്ലെങ്കിൽ 2 അല്ലെങ്കിൽ 3 മന്ത്സിന് ശേഷം ഇതെങ്ങനെയെങ്കിലും, കാരണം നമ്മളെല്ലാം ഹ്യൂമൻ ബീങ്സ് ആണ് അല്ലെ, നമ്മുടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ എല്ലാം കഴിഞ്ഞിട്ട് ഇനിയിപ്പോ ഇത് പറഞ്ഞാലും കുഴപ്പമില്ല, എന്നിട്ട് ഇത് ഇവര് ചർച്ച ചെയ്യും. എന്നിട്ട് ഈ കേൾക്കുന്നവരിൽ ആരെങ്കിലും വന്നിട്ട് അവര് പോകും. ഈവൻ ദോ ഇത് 3, 4, 5 മാസം മുമ്പ് സംഭവിച്ചാലും ഇത് ഇങ്ങനെ ഒരു സംഭവം വെളിയിൽ വന്നിട്ടുണ്ടെങ്കിൽ, അബ്യൂസിന്റെ ഒരു സംഭവം വെളിയിൽ വന്നിട്ടുണ്ടെങ്കിലും അവർക്ക് ഇനി വർഷങ്ങൾക്ക് ശേഷം ആണെങ്കിലും അവർക്ക് പോലീസിനെ വിളിക്കാം, അവർക്ക് എക്സാക്ട്ലി. സോ അതുകൊണ്ട് പിന്നെ just do the right thing. Be careful. Okay, thank you for that. Last, just a final question. വർക്ക് പ്ലേസിൽ ഇവിടെ ഇപ്പോൾ കേരളത്തിൽ നിന്ന് ചിലരൊക്കെ പറയും എൻജോയ് ചെയ്യുന്നുണ്ട്, ചിലർ പറയുന്നത് സ്ട്രെസ് ആണ്. അപ്പം ബേസിക്കലി നമ്മുടെ ഒരു വെൽബീയിങ് അല്ലെങ്കിൽ ഒരു ഹാപ്പിനെസ് എങ്ങനെ നമുക്കൊരു ഹാപ്പി ആയിട്ട് വർക്ക് ചെയ്യാം, അല്ലെ അതിനൊക്കെ ചെയ്യേണ്ട കാര്യങ്ങൾ, ഇറ്റ് മൈറ്റ് ബി ട്രെയിനിങ്, ഇറ്റ് മൈറ്റ് ബി ഫ്രണ്ട്ഷിപ്പ്, ഇറ്റ് മൈറ്റ് മെന്റൽ വെൽബീയിങ്, കൾച്ചറൽ മിംഗലിംഗ്, അതിനെപ്പറ്റി ഒരു ബേസിക് ആയിട്ട് എന്താണ് ഒരു അഡ്വൈസ് അല്ലെ ഒരു സജഷൻ കൊടുക്കാനുള്ള ഒരു മലയാളീസ് ആയിട്ടല്ലേ പുതുതായിട്ട് വരുന്ന ഒരാൾക്കാർ എങ്ങനെ ജെല്ലാവാം നമുക്ക് ഈ ഒരു കൾച്ചറിൽ? നമ്മൾ തിരിച്ച് ഫസ്റ്റ് ക്വസ്റ്റിലേക്ക് വന്ന് ഈ കെയർ ജോബ് ഭയങ്കര ഈസി ആയിട്ടുള്ള സംഭവമല്ല. ഓക്കെ, അത് നമ്മളെല്ലാം അണ്ടർസ്റ്റാൻഡ് ചെയ്യാം. അപ്പം നഴ്സിംഗ് അല്ലെങ്കിൽ അതുപോലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരാത്ത ആൾക്കാർ അവർ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ഏരിയ ആയിട്ട് ഫൈൻഡ് ചെയ്യും. മേ ബി ഇൻ ദി ബിഗിനിങ് ദേ സേ ഐ ക്യാൻ ഡു ഇറ്റ് ആൻഡ് എവറിത്തിങ്, ബട്ട് ദെൻ ലേറ്റർ ഓൺ ദേ വിൽ ഫൈൻഡ് ഔട്ട് ഇറ്റ്സ് റിയലി റിയലി ഹാർഡ് എന്നുള്ള രീതിയിൽ. അപ്പം അത് ഒന്നെങ്കിൽ നിങ്ങൾക്ക് അത്രയ്ക്കും ഒരു വില്ലിങ്നെസ്സും അതൊക്കെ ഉണ്ടെങ്കിൽ എക്സാക്ട്ലി ഉണ്ടെങ്കിൽ ഇതെടുക്കുക, ആ ഒരു ഹാർഷിപ്പിലോട്ട് പോകാൻ. ബട്ട് ഒരു വർഷത്തെ ആ ഒരു ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇറ്റ് വിൽ ബി സ്മൂത്ത് ഫോർ യു, ബിക്കോസ് അതെല്ലാം ലേണിംഗ് സ്റ്റേജ് ആണ്. അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടി ഈസിയാണ്. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം എന്താ പറയുക, ജോലിയായിട്ടും പേഴ്സണൽ ലൈഫായിട്ടും എടുക്കാം. എക്സാക്ട്ലി, ദാറ്റ് വിൽ ഹെൽപ്പ് ഹ്യൂജ്ലി. പിന്നെ ഫ്രണ്ട്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം UK ആണെങ്കിൽ ഒത്തിരി മലയാളികളാണ്, നമുക്കെല്ലാം അറിയാവുന്നവര്. അപ്പം ഒരുപാട് മലയാളി കമ്മ്യൂണിറ്റീസ് ഉണ്ട്, ക്രിക്കറ്റ് ക്ലബ്സ് ഉണ്ട്, പിന്നെ എക്സാക്ട്ലി ഈ ബാഡ്മിന്റൺ ക്ലബ്സ് ഉണ്ട്, അങ്ങനെയുള്ള അല്ലെങ്കിൽ ജിം കുറച്ച് അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ഒരു മലയാളികളും ഇവിടെ വന്നിട്ടില്ല വിത്തൗട്ട് them having a friend or family in UK എന്നുള്ള രീതിയിൽ. So spend time with them, find activities that you can spend. എന്താ പറയുക, ഇവിടെ വന്നിട്ട് 5-6 ദിവസം ഒന്നും വർക്ക് ചെയ്തിട്ട് അങ്ങനെ ചെയ്യരുത്. ലുക്ക് ആഫ്റ്റർ യുവർ സെൽഫ് എന്ന് ഞാൻ പറയും. ഗോ ഔട്ട്. ഇഫ് യു ആർ ഇൻ ലണ്ടൻ, ഒത്തിരി ആക്ടിവിറ്റീസ് ലണ്ടനിൽ നടക്കുന്നുണ്ട്. ഇഫ് യു ആർ ജസ്റ്റ് ഔട്ട്സൈഡ് ലണ്ടൻ, then come to London to spend a day or something എന്നുള്ള രീതിയിൽ. I think that's all I can say. Find out the community around you and be part of it. Spend some time with family and friends. Find out this work is not only the one thing. Exactly. And money is not the only thing you can live with. You need friendship and social life and everything. So just look after yourself. And some organizations, they also have staff well-being programs, as part of their HR, department. So അങ്ങനെയുള്ളത് എക്സ്പ്ലോർ ചെയ്യാം. നിങ്ങൾ വിചാരിക്കും ഐ ഡോണ്ട് നീഡ് ഇറ്റ്, ബട്ട് ഇറ്റ്സ് ഓൾവേസ് അവര് ആ ഒരു സംഭവങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ അതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് വെനെവർ യു സ്റ്റക്ക്, ട്രൈ ടു സ്പീക്ക് ടു പീപ്പിൾ. നിങ്ങളുടെ മാത്രം ഒരു പോവരുത്. ബിക്കോസ് പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആ സർക്കിളിലുള്ളവരെല്ലാം നിങ്ങളുടെ സെയിം ലെവലിലുള്ളവരായിരിക്കും, സെയിം നോളജ് അല്ലെങ്കിൽ സെയിം എക്സ്പീരിയൻസ് അല്ലെങ്കിൽ എക്സ്പോഷർ ഉള്ളവരായിരിക്കും. അപ്പം ചില കാര്യങ്ങൾ ചിലപ്പോൾ അവർക്ക് നിങ്ങൾക്ക് അഡ്വൈസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ ചിലപ്പം പേഴ്സണൽ ഇൻട്രസ്റ്റ് അതൊക്കെ ഇതിന്റെ ഒരു ഇതായിരിക്കും. അതുകൊണ്ട് അല്ലാത്ത ആൾക്കാരുടെ പോവുക, അവരുടെ അഡ്വൈസ് ചോദിക്കാം. Basically just feel confident and go out and explore basically. Okay, thank you very much for Vini. You have a lot of information Vini share ചെയ്ത് ഡെഫിനറ്റ്ലി ഇത് നമ്മുടെ വ്യൂവേഴ്സിന് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. നമുക്ക് ഇനി ഇതുപോലുള്ള കുറെ കൂടെ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ആയിട്ട് വേറൊരു വീഡിയോയിലേക്ക് ചിലപ്പോൾ വിനിയെ കൂടെ കാണാം. താങ്ക് യു സോ മച്ച്.